കോതമംഗലത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആൾ കാട്ടാനാക്രമണത്തിൽ മരിച്ചു. കൊങ്ങൻചുവട് ഉന്നതി കോളനിയിലെ പുഷ്പകരൻ എന്ന വെള്ളക്കയ്യനാണ് മരിച്ചത്. വനത്തിനുള്ളിൽ വെച്ച് കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മറ്റ് 3 പേർ ഓടി രക്ഷപ്പെട്ടു. കാട്ടിൽ മലഞ്ചിറക്ക് എടുക്കാൻ വേണ്ടി പോയിട്ട് അന്നേരം കാട്ടാന ആക്രമണം ചെയ്തു. അവിടെ വെച്ച് അന്നേരം ജീവനുണ്ടായിരുന്നു. അന്നേരം എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാനും കൂടി അവിടെ പോയി വണ്ടിയും കൊണ്ട് വിളിച്ച് കാട്ടിനുള്ളിൽ കൂടി ആളുടെ അടുത്ത് പോയി കഴിയുമ്പോൾ നാടി പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടവഴിക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചത്. എന്നാൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ സീരിയസ് ആയിരുന്നു ആൾ. അന്ന് മൊത്തം കയറി പൊളിച്ചൊരു ഇതൊക്കെ ആയിരുന്നു, പാടുകളും ഇതൊക്കെ ആയിരുന്നു. അന്നേരം ആളെ ഇവിടെ കുറഞ്ഞ ഹോസ്പിറ്റലിൽ നോക്കി കഴിഞ്ഞപ്പോൾ ECG എടുക്കണമെന്ന് പറഞ്ഞു. ECG എടുത്ത് കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു. നിതിൻ സേവ്യറുണ്ട്. നിതിൻ സേവ്യർ, വീണ്ടും കാട്ടാനക്കലിയുടെ വാർത്തയാണ്. പക്ഷേ ഇത് വനമേഖലയിൽ വെച്ചാണ്. മലഞ്ചരക്ക് എടുക്കാൻ പോയപ്പോഴാണ് അപകടമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ സംഭവം നിതിൻ? ഡോക്ടർ അരുൺകുമാർ, ഇന്ന് വൈകിട്ട് 3:30-3:30ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വെള്ളക്കയ്യൻ എന്ന പുഷ്പാകരൻ അടക്കമുള്ള 3 പേർ ഇത്തരത്തിൽ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനായി കാട്ടിലേക്ക് പോയതായിരുന്നു. അവിടെ വെച്ചാണ് ഇവർ ഈ കാട്ടാനയുടെ മുന്നിൽ പെടുന്നത്. ഉടൻ തന്നെ ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വെള്ളക്കയ്യൻ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു. അദ്ദേഹത്തെ തുമ്പിക്കൈയിൽ ചുരുട്ടിയെടുത്ത് തറയിൽ അടിക്കുകയായിരുന്നു ആന. പിന്നീട് ആന ഇവിടുന്ന് മാറിയ ശേഷമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി സാധിച്ചത്. ഈ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഇയാൾ മരിക്കുന്നത്. ആശുപത്രി കൊണ്ടുപോകുന്ന മധ്യേ തന്നെ ഇയാൾ മരിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ഇയാളുടെ കൈയും കാലും എല്ലാം തടഞ്ഞ് ഒടിഞ്ഞ നിലയിലായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. ഈ ഭൂതത്താൻകെട്ടിന് സമീപം ഇടമലയാറിന് ഒക്കെ സമീപമാണ് ഈ പൊങ്ങൻചുവട് ഉന്നതി ഉള്ളത്. അവിടെ നിന്നും ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോകാറുണ്ടായിരുന്നു. ഇവരുടെ പ്രധാന വരുമാന മാർഗം ഇത്തരത്തിൽ മീൻ പിടിക്കുന്നതും മീൻ പിടിച്ച് പുറത്ത് ഗ്രാമത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതും ഈ വനവിഭവങ്ങൾ ശേഖരിച്ച് പുറത്തു കൊണ്ട് വിൽക്കുന്നതുമൊക്കെയാണ്. പക്ഷേ മഴ പെയ്തതുകൊണ്ട് ഇന്ന് അല്പം വൈകിപ്പോയി. ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോയത് കുറച്ച് വൈകിപ്പോയി. വൈകുന്നേരമാണ് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. കാട്ടാൻ ഇവരുടെ മുന്നിലേക്ക് വരികയായിരുന്നു. ഇവർ 4 പേരാണ് ഉണ്ടായിരുന്നത്. വെള്ളക്കയ്യൻ എന്ന പുഷ്പാകരൻ ഉൾപ്പെടെ 4 പേരായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. അതിൽ മറ്റ് 3 പേരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ പുഷ്പാകരൻ ഓടി രക്ഷപ്പെടുന്നതിനിടെ തന്നെ കാട്ടാനയുടെ മുന്നിൽ പെടുകയും കാട്ടാൻ ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെടുകയും ചെയ്യുകയായിരുന്നു. കോതമംഗലം സാധാരണ തന്നെ കോതമംഗലം പ്രദേശത്തൊക്കെ വലിയ തോതിൽ കാട്ടാനാക്രമണം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഗ്രാമങ്ങളിലേക്കൊക്കെ ഇറങ്ങി വന്ന് തന്നെ കാട്ടാനാക്രമണം നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇതിപ്പോൾ വനമേഖലയ്ക്ക് അകത്ത് വെച്ചാണ് ഈ ആക്രമണം നടക്കുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോയ ആളുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതും ഒരാൾ കൊല്ലപ്പെടുന്നതും. നിതിനാണ് വിവരങ്ങൾ നൽകിയത്. അത്യന്തം നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ് ഒരിക്കൽ കൂടി വരുന്നു. വന്യജീവി ആക്രമണം, കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു.